ഇപ്പോൾ ഇ ഡിയുടെ മുമ്പുള്ള അവസ്ഥയല്ല. മുമ്പ് വീണ വിജയനെ ഇതുപോലെ വിളിപ്പിച്ചപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ തെളിവോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ വിജയൻ്റെ ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ടെലിഫോൺ അടക്കം കൊണ്ടുപോയിട്ടുണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്ന അവരുടെ ലോക്കർ, ഇപ്പോൾ ലോക്കർ ഇല്ലെങ്കിലും 5-6 ലോക്കർ അവർക്ക് ഉണ്ടായിരുന്നു എന്ന രൂപത്തിലുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഇ ഡിയുടെ ഒരു പ്രത്യേകത സാധാരണ പോലീസ് സ്റ്റേഷൻ്റെ പോലെയല്ല. ഇ ഡിയുടെ മുമ്പിൽ നമ്മൾ എഴുതി ഇന്ന മൊഴി കൊടുത്താൽ ആ മൊഴി കോടതിയിൽ തെളിവാണ്. കോടതിയിൽ പോയി പിന്നെ നിങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ട. ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരാളെ പോയി നമ്മൾ ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഞാനാണെന്ന് വേണ്ടി സമ്മതിക്കും, കാരണം ഐ ഡി കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് പിന്നെ കോടതിയിൽ പോയി പറയും സാറേ ഇ ഡി കിട്ടിയിട്ട് സമ്മതിച്ചാണെന്ന്. ഇവിടെ അത് പറ്റില്ല, കാരണം ഇവിടെ അതിനുള്ള സാധുതയുണ്ട്. അപ്പോൾ ഇ ഡിയുടെ മുമ്പിൽ കൊടുക്കുന്ന മൊഴി ഏതാണ്ട് ജഡ്ജിയുടെ മുമ്പിൽ കൊടുക്കുന്ന ഒരു മൊഴി പോലെ വരും. ഇനി പാർട്ടിക്ക് ഒന്നും പറയാൻ പറ്റില്ല. വീണ ജയിലിലായാലും, വീണയെ കുറ്റപ്പെടുത്തി വീണ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയാലും പാർട്ടിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുരന്തമാണ്. CPM-നകത്ത് തന്നെ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചാൻസ് ആയിരിക്കും. കാരണം അവരാണ് ഇപ്പോൾ CPM-ന് വേണ്ടി നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഹാൻഡിലുകളൊക്കെ തന്നെ പലരും ഇപ്പോൾ കൂറുമാറി പിണറായി വിജയൻ മാറണം എന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഇ ഡി വീണയും കൊണ്ടേ പോകൂ എന്നൊരു നിലപാടാണ്. വീണ വിജയനെതിരെ ആരോപണം അല്ലെങ്കിൽ ഇ ഡി റെയ്ഡുമായി വരുമ്പോൾ തന്നെ പാർട്ടിയെ കൊണ്ട് പ്രതിരോധം തീർത്ത് ഈ പ്രശ്നത്തിൽ നിന്ന് തടിയൂരാമെന്നാണ് പിണറായി വിജയൻ കരുതിയത്, അല്ലെങ്കിൽ CPM കരുതിയത്. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന് കരുതി അത് പിന്നെ സംഘർഷത്തിലേക്ക് പോവുകയും അത് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചു. എന്നിട്ട് പോലും ഹർജിയുമായി പോകുന്നു, പലതവണ ഹർജി കോടതി പരിഗണിക്കുന്നു. ഇപ്പോൾ ഇ ഡി സമൻസ് അയച്ചിരിക്കുകയാണ് വീണയ്ക്ക്. വീണയെ അറസ്റ്റിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ വീണയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? വീണയെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിനൊരു കാരണം, ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ കേസിൽ. ഒരു ക്രിമിനൽ കേസിലേക്കും അറസ്റ്റിലേക്കും പോകണമെങ്കിൽ ഒരു അത്തരത്തിൽ വേണം. സിവിൽ അറസ്റ്റ് ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ക്രിമിനൽ കേസാണ്. ഇവിടെ ഒരു FIR അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടി വരും, അതിനുവേണ്ട വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഒരാളെ അറസ്റ്റിലേക്ക് പോകുക, അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കും തുടങ്ങിയ കാരണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അറസ്റ്റ് ചെയ്തോളണമെന്നില്ല അതിൽ, കാരണം ഇതൊരു സിവിൽ അന്വേഷണമാണ് നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. കാരണം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഹൈക്കോടതി തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് നടക്കുമോ എന്നറിയില്ല. ഏതായാലും കുടുങ്ങുന്ന മട്ടാണ് കാണുന്നത്. അറസ്റ്റായാലും ഇല്ലെങ്കിലും ശിക്ഷിക്കപ്പെടാനുള്ള നല്ല സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. വീണ വിജയൻ എന്ന് പറയുന്ന അവരുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഒരു പണിയും ചെയ്യാതെ 1.25 കോടി രൂപ വാങ്ങിയിരിക്കുന്നു, മാസപ്പടി വാങ്ങിയിരിക്കുന്നു. ഒരു ലോൺ എന്ന പേരിൽ കുറേ പൈസ അവർക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. ഒരു കമ്പനി സംഭാവന കൊടുക്കുന്നു, ലോൺ കൊടുക്കുന്നു. ലോൺ സംഭാവന എന്ന് പറഞ്ഞിട്ടല്ല, ലോൺ കൊടുത്താൽ കമ്പനി ഇല്ലാതാവുന്നു. ഭർത്താവിൻ്റെ സഹോദരിയോ എന്തോ അതോ ഭാര്യയോ, എനിക്ക് കൃത്യം അറിയില്ല. ഏതായാലും ഇപ്പോൾ ഇ ഡിയുടെ മുമ്പുള്ള അവസ്ഥയല്ല. മുമ്പ് വീണ വിജയനെ ഇതുപോലെ വിളിപ്പിച്ചപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ തെളിവോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ വിജയൻ്റെ ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ടെലിഫോൺ അടക്കം കൊണ്ടുപോയിട്ടുണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്ന അവരുടെ ലോക്കർ, ഇപ്പോൾ ലോക്കർ ഇല്ലെങ്കിലും 5-6 ലോക്കർ അവർക്ക് ഉണ്ടായിരുന്നു എന്ന രൂപത്തിലുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ അതിൻ്റെ വിഷയങ്ങൾ ഇതുവരെ എളുപ്പം. അത് മാത്രമല്ല, ഇന്നലെ ഹൈക്കോടതി CMRL-നോട് എല്ലാ ഡോക്യുമെൻസും കൊടുക്കാൻ പറഞ്ഞിട്ട്, അങ്ങനെ വരുമ്പോൾ എല്ലാ ഡോക്യുമെൻസും വെച്ചിട്ടാണ് ഇനി ചോദ്യം ചെയ്യണം. ഇതിന് മുമ്പ് വീണ ചോദ്യം ചെയ്ത പോലെയല്ല ഇനി ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടണം. മാത്രമല്ല, ഇ ഡിയുടെ ഒരു പ്രത്യേകത സാധാരണ പോലീസ് സ്റ്റേഷൻ്റെ പോലെയല്ല. ഇ ഡിയുടെ മുമ്പിൽ നമ്മൾ എഴുതി ഇന്ന മൊഴി കൊടുത്താൽ ആ മൊഴി കോടതിയിൽ തെളിവാണ്. കോടതിയിൽ പോയി പിന്നെ നിങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ട. ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരാളെ പോയി നമ്മൾ ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഞാനാണെന്ന് വേണ്ടി സമ്മതിക്കും, കാരണം ഐ ഡി കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് പിന്നെ കോടതിയിൽ പോയി പറയും സാറേ ഇ ഡി കിട്ടിയിട്ട് സമ്മതിച്ചാണെന്ന്. ഇവിടെ അത് പറ്റില്ല, കാരണം ഇവിടെ അതിനുള്ള സാധുതയുണ്ട്. അപ്പോൾ ഇ ഡിയുടെ മുമ്പിൽ കൊടുക്കുന്ന മൊഴി ഏതാണ്ട് ജഡ്ജിയുടെ മുമ്പിൽ കൊടുക്കുന്ന ഒരു മൊഴി പോലെ വരും. അതുകൊണ്ട് തന്നെ ആ മൊഴി വളരെ വളരെ പ്രധാനമാണ്. മിണ്ടാതിരിക്കാനും പറ്റില്ല, മറ്റേ കേസുകളിലെ പോലെയല്ല. അങ്ങനെ വരുമ്പോൾ അനധികൃതമായി സ്വത്ത് സമ്പാദനം, മണി ലോണ്ടറി നടന്നുവെന്ന് ഇ ഡിക്ക് കൃത്യമായി തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇനി ഡിഫൻസ് ഒന്നുമില്ല. ടാക്സ് കിട്ടി എന്ന് പറയുന്ന ഐസക്കിൻ്റെ ഡിഫൻസ് ഒന്നും ഇതിന് മതിയാവില്ല. മാത്രമല്ല, ഇത് ആ അർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടാനുള്ള ഒരു കുറ്റവുമാണ്. ഇവിടെയുള്ള പ്രതിസന്ധി എന്താ വെച്ചാൽ, നേരത്തെ ചോദിച്ചതുപോലെ
വീണയ്ക്കെതിരായ കേസ് പാർട്ടിക്കെതിരായ ഇ ഡിയുടെ അന്വേഷണം തട്ടിപ്പാണ്, പാർട്ടിയെ കൊടുക്കാനുള്ള വഴിയാണ് എന്നൊക്കെയാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ കരുവന്നൂർ കേസിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. പക്ഷേ പാർട്ടിക്കെതിരായ അല്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. വീണയെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വീണയുടെ വീട് റെയ്ഡ് ചെയ്യാൻ ചെന്നപ്പോൾ, വീണ താമസിക്കുന്ന വീട് അത് അവരുടെ പിതാവിൻ്റെ വീടാണ്. പിതാവ് ഒരു രാഷ്ട്രീയ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്, ഒരു പാർട്ടിയുടെ സമുന്നത നേതാവാണ്. അതുകൊണ്ട് ആ നേതാവിനെതിരെ വന്നു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഇഷ്ടികയും ചെരുപ്പും കലാപരിപാടികളൊക്കെ നടത്തി. ആ നടത്തിയ ആളുകൾക്ക് മിക്കവാറും ജയിലില്ല. UAPA വരെ വരാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഒരു പ്രകോപനവുമില്ലാതെ ആക്രമിച്ചു എന്നുള്ളത്, അവരുടെ പ്രവർത്തനം തടഞ്ഞു എന്നുള്ളത്, അത് വളരെ ഗുരുതരമായൊരു കുറ്റമായി വരാം. അത് ഇ ഡി അതെങ്ങനെ എടുക്കുന്നുണ്ടെന്ന് പറയുന്നു. CBI അന്വേഷണം വരുമെന്നറിയില്ല. സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം പോരാ എന്ന് ഇ ഡിക്കും കേന്ദ്ര സർക്കാരിന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ CBI അന്വേഷണം വരാം, NIA അന്വേഷണം വരാം, എന്ത് വേണമെങ്കിൽ വരാം. അപ്പം അത് വല്ലാത്തൊരു കുരുക്കിലേക്ക് പോവാണ്. അതുമാത്രമല്ല, ഈ ബഹളമൊക്കെ കഴിഞ്ഞ് പാർട്ടി നേതാക്കന്മാരൊക്കെ എന്നിട്ടാണ് ജയിച്ചത്. കഴിഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി എല്ലാ ഗ്യാസും പോയി അല്ലേ. എന്നെ ചോദ്യം ചെയ്തില്ല, എൻ്റെ വീട്ടിൽ വന്നു, വീണയെ ചോദ്യം ചെയ്തു, വീണയുടെ ഇന്ന് പാസ്ബുക്ക് എന്തോ എടുത്തുകൊണ്ട് പോയി, എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് പാർട്ടിക്കെതിരായ സംഗതിയല്ല. അല്ല, അപ്പൊ ഒരു ചോദ്യം ഉണ്ടല്ലോ, വീണ കുറ്റക്കാരിയാണ് എന്ന് തെളിയുകയാണെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയനെതിരെ ശക്തമായ വികാരം ഇന്നും CPM-ന്റെ അകത്തുണ്ട്. MLA സ്ഥാനം പോലും രാജിവെക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെ വീണ കുറ്റക്കാരിയാണെന്ന് തെളിയുകയാണെങ്കിൽ MLA സ്ഥാനവും പ്രതിപക്ഷ നേതാവ് സ്ഥാനവും രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പൊ ഇതിൽ ഈ ആക്ടിലും ഇതിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ പണം കൊടുത്തു, വീണ തൈക്കണ്ടിക്ക് 1.25 കോടി 2 കോടി എത്ര വെച്ചാൽ പണം കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം അയാൾക്കുണ്ടായോ? അതാണ് അടുത്ത ചോദ്യം. അതുണ്ടായെങ്കിൽ എന്തായാലും വീണയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ചെയ്തു കൊടുക്കണമെങ്കിൽ അധികാര കേന്ദ്രത്തിലേ ചെയ്തു കൊടുക്കാൻ പറ്റും. ധാരാളം ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാണുന്നവരുണ്ട്. അവിടെ അനധികൃതമായി ഖനനം നടത്തിക്കൊണ്ടിരിക്കുക ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ. ആ ഖനനം ഇതുമായി ബന്ധപ്പെടുത്തി കാണുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് അനുമതി കൊടുത്തത് ഇതിന്റെ ഭാഗമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഗുരുതരമായ പ്രശ്നമാണ് പിണറായി വിജയൻ ഉണ്ടാകുന്നത്. കാരണം ഒരു തെറ്റായ നിയമവിരുദ്ധമായൊരു കാര്യത്തിന് കൂട്ടുനിൽക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കൊടുത്തു, ഈ പണം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അത് അഴിമതിയുടെ ലെവലിലേക്ക് കിടക്കും. മണി ലോണ്ടറിങ്ങിന് അപ്പുറത്ത് അഴിമതി കിടക്കും. ഇനി അതില്ല തന്നെ വയ്ക്കുക. അത് തെളിയിച്ചില്ലെങ്കിൽ പോലും വീണ തൈക്കണ്ടിക്ക് പൈസ കൊടുത്ത് എന്തിനാണ്? അത് പിണറായി വിജയൻ എന്ന അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്. കോടിയേരിയുടെ കേസ് പോലെയല്ല. ബിനീഷ് കോടിയേരിയോട് തെറ്റ് ചെയ്തു. അതിൽ കോടിയേരി ബാലകൃഷ്ണൻ യാതൊരു പങ്കുമില്ല. കോടിയേരി പാർട്ടിയെ വലിച്ചിട്ടിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇവിടെ പാർട്ടിയെ വലിച്ചിട്ടു. ഈ കേസിന്റെ തുടക്കം മുതൽ നമ്മൾ കാണേണ്ടത് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളത് MP ഗോവിന്ദനും EP ജയരാജനും AK ബാലനും പോലെയുള്ള പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളാണ്. ഇത് കള്ളക്കേസാണ്, ഇത് അപ്പടിയാണ് ഇപ്പിടിയാണ്. ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മിണ്ടാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ട്രോള് പോലെ ഇഷ്ടികയൊക്കെ പേടിച്ചു വെച്ചൊക്കെ വെറുതെ വെക്കേണ്ടി വരും. ഒരു ഇഷ്ടിക ഇനി പ്രയോഗിക്കാൻ പറ്റില്ല. വീണയെ നാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടായാലും ഒന്നും ചെയ്യാനില്ല, നോക്കി നിൽക്കാനേ പറ്റും. കാരണം അത്ര അബദ്ധം ചെയ്തു കഴിഞ്ഞു. ഒരു പക്ഷെ അന്നത്ര അബദ്ധം ചെയ്തില്ല, കുറേ മുദ്രാവാക്യം വിളിച്ച് പോയി എന്നൊക്കെ. ഒരു പക്ഷേ ഇനിയും ഒന്ന് മുദ്രാവാക്യം വിളിക്കായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല, കാരണം പോലീസും വളരെ സ്ട്രോങ് ആവും. ഇനി എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ പറ്റും. അത് ഈ പറഞ്ഞതുപോലെ വലിയ ചോദ്യമുണ്ട്, പാർട്ടിക്കാർ പറഞ്ഞിട്ട് പ്രതിഷേധിച്ചതാണോ? അപ്പോൾ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാന്നുള്ള ചോദ്യമുണ്ട്. ശിവൻകുട്ടി പാർട്ടിയാണോ, അല്ലെങ്കിൽ കടകംപള്ളി പാർട്ടിയാണോ, ജോൺ ബ്രിട്ടാസ് പാർട്ടിയാണോ? അങ്ങനെയുള്ള അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പോൾ അവരൊക്കെ ഉള്ളപ്പോഴാണല്ലോ സംഭവിച്ചത്. അതുകൊണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാന്നറിയില്ല. പാർട്ടിക്ക് വേണ്ടി ചെയ്തു, ആര് ചെയ്തു? പിടിക്കപ്പെട്ടവർ മുഴുവൻ പാർട്ടിയുടെ നേതാക്കന്മാരാണ്, പ്രാദേശിക നേതാക്കന്മാരാണ്. അല്ല, ജോയ് പറഞ്ഞല്ലോ വന്നവരെല്ലാവരും പാർട്ടിക്കാരല്ല എന്ന് പോലും പറഞ്ഞു. അല്ല, വന്നവരെല്ലാം പാർട്ടിക്കാരെങ്കിലും പോലീസ് പിടിച്ചതൊക്കെ പാർട്ടിക്കാരെയാണ്. നമുക്ക് പത്രേ അറിയാം. കേസിൽ പ്രതികളായി പോലീസ് പിടിച്ചത് പാർട്ടിക്കാരെയാണ്. മാത്രമല്ല വിഷ്വലിൽ തന്നെ ഇഷ്ടിക കൊണ്ടിരിക്കുന്നതൊക്കെ പാർട്ടിക്കാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ഒരു രഹസ്യമൊന്നുമല്ല. അവിടുത്തെ പ്രമുഖ DYFI നേതാക്കളും ആളുകളുമാണ്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇനി പാർട്ടിക്ക് ഒന്നും പറയാൻ പറ്റില്ല. വീണ ജയിലിലായാലും, വീണയെ കുറ്റപ്പെടുത്തി, വീണ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയാലും പാർട്ടിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുരന്തമാണ്. കാരണം പിണറായി വിജയൻ്റെ മകൾ ഇത്രയും ഗൗരവതരമായൊരു കുറ്റത്തിൽ, പക്ഷേ പാർട്ടി ഈ CPM ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, അവരതിനെ ന്യായീകരിക്കും. പിണറായി വിജയൻ്റെ മകൾ പോയി ഞങ്ങൾക്ക് എന്താ? പല നേതാക്കന്മാരുടെ മക്കളും പോയിട്ടല്ലേ.
അതിൽ പിണറായി വിജയൻ എന്ത് പഴിച്ചു എന്ന് പറയാം, അതൊക്കെ ബാധിക്കാം. പക്ഷേ ഭരണ നേതാവ്, ഈ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് ഇതിൽ. വീണ തൈക്കണ്ടിയുടെ എക്സാലോജി കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ള AKG സെന്ററിലാണ്. AKG സെന്ററാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഓഫീസ്. അത് എങ്ങനെ വന്നു? എങ്ങനെ വീണ തൈക്കണ്ടിക്ക് AKG സെന്റർ വെച്ച് ഒരു ഓഫീസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയത്? താമസ സ്ഥലം ചിലപ്പോൾ വന്നേക്കാം, അവിടെ ഒരു അഡ്രസ്സ് കൊടുത്തു, അവരിങ്ങനെ കോഴിക്കോട് നിന്നും അവിടേക്ക് ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരു പെർമനന്റ് അഡ്രസ്സ് കൊടുത്തു എന്ന് വേണ്ടി വാദിക്കാം. പക്ഷെ ഇതല്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ AKG സെന്ററിൽ കമ്പനി തുടങ്ങാൻ സ്വാതന്ത്ര്യമുള്ള ആളാവണം എങ്ങനെയാണ്? വീണ തൈക്കണ്ടി എന്താ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്? ഒന്നുമല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു എതിർപ്പ് വരും. CPM-നകത്ത് തന്നെ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചാൻസ് ആയിരിക്കും. കാരണം അവരാണ് ഇപ്പോൾ CPM-ന് വേണ്ടി നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഹാൻഡിലുകളൊക്കെ തന്നെ പലരും ഇപ്പോൾ കൂറുമാറി പിണറായി വിജയൻ മാറണം എന്നിടത്ത് എത്തിയിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലുകൾ. അപ്പോൾ അവർക്ക് പിന്നെ വേറൊന്നും പറയാൻ പറ്റില്ല. പിണറായി വിജയൻ മാറാൻ ഉള്ള ഒരു എളുപ്പ വഴി അദ്ദേഹത്തിന് മാറണം. MLA സ്ഥാനം രാജിവെക്കൂ, വേറെ എന്തെങ്കിലും ചെയ്യൂ, ഇനി അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളിൽ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യൂ, ഒക്കെ സംഭവിക്കാമല്ലോ. അദ്ദേഹത്തിന് പ്രായമുണ്ട്, നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇത് CPM-ന്റെ ഇക്വിലിബ്രിയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകും പിന്നീട് കേസ്. ഇതിൻ്റെ കൂടെ മറ്റു പല കേസുകളും വരുന്നുണ്ട്, അതും കൂടി വരുമ്പോഴാണ് ഇത് ആകെ പ്രശ്നമാകും. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ആകെ സംഭവിക്കാനുള്ളത് ലാവലിംഗ് കേസ് സുപ്രീം കോടതി എടുക്കുകയും കൂടി വേണ്ടു. അപ്പോൾ പിന്നെ ഏതാണ്ട് എല്ലാം തീരുമാനമാകും. ആ തീരുമാനമായാൽ പിണറായി വിജയൻ വിചാരണ നേരിടണം തീരുമാനമാകും. ലാവലിംഗ് കേസിൽ വിചാരണ നേരിടേണ്ടി വന്നാൽ ഈ പറഞ്ഞതുപോലെ 40ാമത്തെ തവണയാണ് എടുക്കണമെങ്കിൽ പറയാൻ പറ്റില്ല. CBIക്ക് ഇപ്പോൾ ഇവർ വേണം തീരുമാനിച്ചാൽ എടുത്താൽ മതിയല്ലോ, ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തി. അപ്പോൾ ഇവിടെ CPM-ന് ഒരു ഡിഫൻസും പറയാനില്ല വീണയുടെ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നില്ല ഇനി ചാനൽ ചർച്ചകളിൽ പോലും CPM ആരെങ്കിലും വിടുമെന്ന്. വീണയുടെ വിഷയം ചാനലുകൾ എടുത്താൽ വിടില്ല അവർ. പിന്നെ എന്താ പറയാൻ പറ്റുക? ആകെ പറയാവുന്നത് വീണ തൈക്കണ്ടി എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, പാർട്ടിക്ക് പങ്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കാം. പക്ഷേ പങ്കില്ല എന്ന് പറഞ്ഞു നിന്നാലും ഇത്രയും കാലം പാർട്ടി ഇത് ഡിഫെൻഡ് ചെയ്തെന്തിന് എന്ന ചോദ്യമുണ്ട്. മാത്രമല്ല അതുവഴി പിണറായി വിജയനാണ് ഡെസർട്ട് ചെയ്യുന്നെങ്കിൽ, മരുഭൂമിയിലേക്ക് അയക്കുന്നെങ്കിൽ പാർട്ടിയിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാവും.